പ്രണയ സാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. വേഗം സൈൻ ചെയ്യും, എനിക്ക് വേറെ ജോലിയുണ്ട്. അവൻ ധൃതി കൂട്ടിയതും അവൾ ആ പേപ്പർ വലിച്ചെറിഞ്ഞു. അവൻ ദേശത്തോട് ചാടി എണീറ്റു. പേടി തോന്നിയെങ്കിലും ഒരടി പിന്നോട്ട് മാറാതെ അവൾ നിന്നു. തൻ്റെ ജീവിതം രണ്ടാനച്ഛൻ്റെയും മകളുടെയും സുഖജീവിതത്തിനു വേണ്ടി ത്യജിക്കാൻ അവൾ ഒരുക്കമില്ലായിരുന്നു. എന്താടി ഈ കാണിച്ചത്? ഒപ്പിടടി പുല്ലേ! അവൻ അണപ്പല്ലിൽ ദേഷ്യം കടിച്ചമർത്തി. ഞാൻ ഒപ്പിടില്ല. എനിക്കങ്ങനെ വില കൊടുത്ത് വാങ്ങിയ വാടക ഗർഭപാത്രം ചുമന്ന് ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല. അവൾ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനോട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇന്നലെ അവൾക്കില്ലാതെ പോയ ശൗര്യം ഇന്ന് കണ്ടപ്പോൾ അവനും ഞെട്ടാതിരുന്നില്ല. എന്ന് വെച്ചാ അവൻ്റെ മുഖം ചുളിഞ്ഞു. എനിക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല, അവൾ തീർത്ത് പറഞ്ഞു. അതോടെ അവൻ്റെ മുഖം മാറി. ടേബിളിൽ നിന്ന് ജഗ് അവൻ എറിഞ്ഞുടച്ചു. മീര പിന്നിലേക്ക് മാറി നിന്നു. പേടി തോന്നിയെങ്കിലും സഹിച്ചു നിൽക്കാൻ തോന്നിയില്ല. ഇഷ്ടപ്പെട്ട പുരുഷനെ വിട്ടുകൊടുത്തിട്ടും അവർ തന്നോട് ചെയ്ത ക്രൂരത ക്ഷമിക്കാൻ മാത്രം ഹൃദയവിശാലത അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഹരി, എടാ ഹരി, എന്താ ഇവിടെ? ഹരി! ദേവന്റെ ശബ്ദം മുറിക്ക് പുറത്ത് കേട്ടതും അവനൊന്ന് പതറി. മോളെ, ഡോറ് തുറക്ക്. അത് കേട്ടതും മീര ഡോറിന് നേരെ നീങ്ങി. ഹരി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവളെ പുറന്തരിച്ച് നിർത്തി തന്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവളുടെ വായ പൊത്തി. അച്ഛാ, കൈ തട്ടി ചെക്ക് പൊട്ടിയതാണ്. അവൻ വിളിച്ചു പറഞ്ഞത് കേട്ട് അയാൾ അവരെ ശല്യപ്പെടുത്തേണ്ടെന്ന മട്ടിൽ വേഗം അവിടുന്ന് പോയി. ഓവർ സ്മാർട്ട്നെസ് കാണിക്കാതെ ഇവിടെ അടങ്ങിയോതി നിൽക്കുന്ന നിനക്ക് നിന്റെ കുടുംബത്തിനും നല്ലത്. നീ അറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും നിന്റെ തന്ത എനിക്ക് നിന്നെ വിറ്റതാണ്. എന്റെ ആവശ്യം കഴിയാതെ നിനക്ക് ഇവിടെ വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. പോയാ നിന്റെ കുടുംബം മുഴുവൻ ഇല്ലാതാക്കി കളയും ഞാൻ. അവൻ അവളുടെ പിടിവിട്ടുകൊണ്ട് അവളുടെ കുത്തിനെ പിടിച്ച് ഭിത്തിയോട് ചേർത്തു. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി. ഭയം അവളെ തളർത്തുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കരുതിയില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്ന് നിൽക്കേണ്ടി വരുമെന്ന്. ഓർമ്മ വച്ച കാലം മുതൽ, അല്ല, ബുദ്ധി വച്ച കാലം മുതൽ ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീക്കൊപ്പം ഒരു സുന്ദരമായ ജീവിതം. സ്ത്രീയും താനും ലക്ഷ്മിയമ്മയും തങ്ങളുടെ മക്കളുമൊക്കെയായി സ്വസ്ഥമായ ഒരു ജീവിതം കൊതിച്ചപ്പോൾ വിധി തനിക്ക് വേണ്ടി കരുതി വെച്ചതാവുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇന്ന് ഇതേ സമയം സ്ത്രീക്കൊപ്പം സന്തോഷത്തോടെ കഴിയേണ്ട താൻ ഇന്നിതാ ഒരു വാടക ഗർഭപാത്രം മാത്രമായി തന്നെ കാണുന്ന ഒരു ഭർത്താവിനൊപ്പം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിളയോടും അച്ഛനോടും അവൾക്ക് വെറുപ്പ് തോന്നിയ നിമിഷം തൻ്റെ സന്തോഷം തട്ടിയെടുത്തത് പോട്ടെ, തൻ്റെ പാട്ടിന് വിടാമായിരുന്നില്ലേ എന്നവളുടെ ഉള്ളം തേങ്ങിപ്പോയി. തന്തയും മോളും കൂടി എന്നെ പോട്ടനാക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിനക്കറിയില്ലേ ഹരിശങ്കറിനെ? കുടുംബത്തോടെ കാത്തിക്കും ഞാൻ. ഈ മുറിക്ക് പുറത്തേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചാ പിന്നെ നീ ഉണ്ടാവില്ല. കേട്ടോടി പുന്നാര മോളെ. അത്രയും പറഞ്ഞ് അവൻ അവളെ പിടിച്ച് നിലത്തേക്ക് തള്ളി. അവൾക്ക് കരച്ചിൽ വന്നു. അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കരച്ചിലടക്കി. ഹരി എഗ്രിമെന്റ് കയ്യിലെടുത്തു. നീ ഒപ്പിടും, നിന്നെ കൊണ്ട് ഒപ്പിടിക്കാൻ എനിക്ക് അറിയാം. അവൻ അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങി. അതും പറഞ്ഞ് അവൻ അവൻ്റെ ഫോൺ കയ്യിലെടുത്തു. തലേ ദിവസത്തെ ലീലാവിലാസങ്ങൾ, അതിൽ നിറഞ്ഞു നിന്ന അവളുടെ നഗ്നത അവൻ്റെ ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞു. ആ കാഴ്ചകൾ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി. കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി. അവൾക്ക് അവനെ കൊല്ലണമെന്ന് തോന്നിയ നിമിഷമായിരുന്നത്. എത്ര പുരോഗമനവാദിയായാലും ഒരു പെണ്ണ് തളർന്നു പോകുന്നത് എവിടെയാണ്? തോറ്റു പിന്മാറുന്നതും എവിടെയാണ്? ഇനി അധികമൊന്നും ഞാൻ പറയണ്ടല്ലോ. എന്നോട് സഹകരിച്ച എൻ്റെ ആവശ്യം നടന്നു കഴിഞ്ഞ് സാധാരണ പോലെ ഡിവോഴ്സ് വാങ്ങി നിനക്ക് നിന്റെ വഴിക്ക് പോകാം. ഇനി എന്നെ ധിക്കരിച്ച് ഇവിടുന്ന് പോകാനാണെങ്കിൽ ലോകം മുഴുവനും ഇത് കാണും. ഈ വീഡിയോ പുറത്ത് പോകാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. പിന്നെ ഞാൻ തന്നെ നിനക്ക് ഡിവോഴ്സ് തരും. നിന്റെ സ്വന്തം വീട്ടിൽ പോലും നിന്നെ കയറ്റിയെന്ന് വരില്ല. അവന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ അവൾ തളർന്നു പോയി. ഒരക്ഷരം ഉരിയാടാനാവാതെ അവൾ പകച്ചു നിന്നു. എതിർത്തൊരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല. തൻ്റെ ജീവിതം അവസാനിച്ചെന്ന് അവളുടെ ഉൾമനസ്സ് മന്ത്രിച്ചു. കണ്ണുകൾ നീറിപ്പോകുകയാണ്. ഒരു സാധാരണ പെണ്ണിനെ പോലെ ചിന്തിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാം. കാര്യം കഴിഞ്ഞാൽ ബാക്കി സെറ്റിൽ ചെയ്ത് അതുമായി നിനക്ക് ഇതിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. എന്തു പറയുന്നു? അവൻ ഫോൺ ലോക്ക് ചെയ്ത് അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവൾ കണ്ണുകൾ അടച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ അവളിൽ നിന്നും മുഖം തിരിച്ച് ആ പേപ്പർ അവൾക്ക് നേരെ നീട്ടി. ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് അവളത് വാങ്ങി. അതിൽ നോക്കി ഏങ്ങിക്കരഞ്ഞു. അവൻ്റെ രൂക്ഷമായ നോട്ടം കൂടിയതും അവൾ അതിൽ ഒപ്പുവെച്ചു. വിജയിച്ചവൻ്റെ ചിരിയും ചിരിച്ച് അവൻ അതുമായി അവിടുന്ന് പോയി. മീരവായ ബുദ്ധി വിങ്ങിപ്പൊട്ടി. മരണത്തെക്കുറിച്ച് പോലും അവൾ ചിന്തിച്ചു പോയി. ഇതേ സമയം ശ്രീരാഗിന്റെ മുറിയിൽ പുതച്ചു മൂടി ഉറങ്ങുകയാണെന്നില്ല. അതിരാവിലെ ശ്രീ അവൾ ഉണർത്താതെ എണീറ്റ് ജോഗിങ്ങിന് പോയിരുന്നു. അവൻ തിരികെ വന്ന് കുളിച്ചിറങ്ങിയിട്ടും നില എണീറ്റിട്ടില്ല. അവൻ തല തോർത്തിയിട്ട് അവൾ ചേറിൽ വിരിച്ചിട്ട് കൊണ്ട് പുഞ്ചിരിയോട് അവളെ നോക്കി. അവളുടെ അടുത്തായി ബെഡിൽ ചെന്നിരുന്നു. അവൻ്റെ തല അവളുടെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് അവൻ അവളെ വിളിച്ചു. നിള, എന്തുറക്കാടിത്? അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ തലമുടിയിലെ നേരിയ നനവ് മുഖത്തറിഞ്ഞതും അവൾ കണ്ണുകൾ ചിമ്മിത്തുന്നു. അവനെ കണ്ടതും അവൾ അവൻ്റെ വയലിലൂടെ ചുറ്റിപ്പിടിച്ച് മടിയിൽ തലവെച്ച് കിടന്നായി ഉറക്കും.
ഈ പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ എണീപ്പിച്ചിരുത്തി. എണീക്ക് എണീക്ക്, സമയം 9 കഴിഞ്ഞു, എണീക്കടി മടിച്ച്. അവൻ അവളെ ബെഡിൽ നിന്നും എണീപ്പിച്ച് ടവലെടുത്ത് അവളുടെ തോളിലിട്ടു. അവൾക്കുള്ള ഡ്രസ്സും ബ്രഷും കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവൻ അവളെ ഉന്തിത്തള്ളി ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ലേറ്റായി, താ പെടുന്ന് ഫ്രഷായി വാ, ഞാൻ താഴെ ഉണ്ടാവും. അവളെ ബാത്റൂമിലാക്കി അവളുടെ കവളിലൊരു ഉമ്മയും കൊടുത്ത് അവൻ പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി. അത് കിട്ടിയ കവളിൽ തഴുകി അവൾ നാണത്തോടെ ഡോറടച്ച് ബ്രഷ് ചെയ്യാൻ പോയി. മിററിന് മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു. ചെറുപ്പം മുതൽ ആർഭാട ജീവിതം കൊതിച്ചു വളർന്നവളാണ്. ആവശ്യത്തിലധികം പണം, വലിയ വീട്, ഒരുപാട് കാറുകൾ, വീട്ടിലെ ജോലികൾ ചെയ്യാൻ സെർവൻറ്റുകൾ, ഇതൊക്കെയുള്ള വീട്ടിലൊരു റാണിയെ പോലെ കഴിയാനുള്ള അവളുടെ ആഗ്രഹം സഫലമായി തുടങ്ങിയെന്ന് അവൾ ഓർത്തു. കാരണം ശ്രീരാഗ് പ്രശസ്തനാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് പലതും വെട്ടിപ്പിടിക്കാൻ അവനായി. അതുകൊണ്ട് തന്നെ അവനെ സ്വന്തമാക്കാൻ നിലക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ശ്രീരാഗുമായുള്ള സുന്ദര നിമിഷങ്ങൾ ഓർത്ത് പുളകം കൊണ്ടവൾ കുളിക്കാനായി പോയി. കുളിയൊക്കെ കഴിഞ്ഞവൾ താഴേക്ക് വന്നപ്പോൾ ലക്ഷ്മി അമ്മ ശ്രീക്ക് ജ്യൂസ് കൊടുക്കുന്നത് കണ്ടു. അവൾ അവൻ്റെ തൊട്ടടുത്തായി പോയിരുന്നു. അമ്മേ, എനിക്കൊരു കോഫി. അവൾ ശ്രീയുടെ തോളിലേക്ക് ചാരി നിന്ന് ടി വിയിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി അമ്മ ആളൊരു പാവാണെങ്കിലും പുള്ളിക്കാരിക്ക് നിലയുടെ പെരുമാറ്റം അത്ര രസിച്ചില്ല. എങ്കിലും അത് പ്രകടിപ്പിക്കാതെ കിച്ചണിലേക്ക് നടന്നു. ശ്രീക്കും ഒരു വല്ലായ്മ തോന്നിയെങ്കിലും ഒന്നും മിണ്ടാൻ പോയില്ല. കുറച്ചു കഴിഞ്ഞ് ലക്ഷ്മി അമ്മ കോഫിയുമായി വന്ന് അവൾക്ക് നേരെ അത് നീട്ടി. താങ്ക്സ്. അവളത് വാങ്ങി ചുണ്ടോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി അമ്മ ചിരിച്ചുകൊണ്ട് അവർക്ക് അടുത്തിരുന്നു. ശ്രീ, ഇവിടുത്തെ സെർവൻ്റൊക്കെ എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. അവൾ കോഫി കൊടുക്കവേ ചുറ്റും കണ്ണോടിച്ചു. അതിനിവിടെ സെർവൻ്റുണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അവൻ ചിരിച്ചുകൊണ്ട് തിരക്കി. അപ്പൊ ഇല്ലേ? നീലയുടെ മുഖം ചുളിഞ്ഞു. ഇല്ല മോളെ, ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യം നോക്കാൻ ഒരു സെർവൻ്റ് വേണമെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ലക്ഷ്മി അമ്മയാണ് അവൾക്ക് മറുപടി കൊടുത്തത്. ആ മറുപടിയിൽ അവളുടെ മുഖത്ത് തെളിച്ചമൊക്കെ പോയി. ക്ലീനിങ് ഒക്കെ ഞാനും അമ്മയും കൂടിയാണ്. ഇനി മുതൽ താനും കൂടിക്കോ അല്ല അമ്മേ? അവൻ പുഞ്ചിരിയോടെ ചോദിച്ചതും ലക്ഷ്മി അമ്മ ചിരിച്ചു. അവർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പലതും പറയുന്നുണ്ടെങ്കിലും അതൊന്നും നിലക്ക് രസിക്കുന്നുണ്ടായിരുന്നില്ല. ആഗ്രഹങ്ങളിൽ ഒന്നും നടക്കാതെ പോയതിൻ്റെ എല്ലാ വിഷമവും അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു. പിന്നീട് അമ്മയും മകനും പലതും പറയുന്നുണ്ടെങ്കിലും അവളുടെ മുഖം തെളിഞ്ഞിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം അവർ അവൾക്കൊപ്പം ഇരിക്കാൻ ഇഷ്ടപ്പെടാതെ തിരികെ മുറിയിലേക്ക് പോയി. അവൾ കഴിച്ച പ്ലേറ്റ് വിഷമൊന്നും കാണിക്കാതെ അമ്മ എടുത്തുകൊണ്ട് പോകുന്നത് ശ്രീ കണ്ടിരുന്നു. അവനത് കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി. താൻ പോലും തൻ്റെ കാര്യങ്ങൾ അമ്മയെ കൊണ്ട് ചെയ്യിക്കാറില്ല. തന്നാൽ ആവും വിധം സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അതൊരു വിഷമമായി മനസ്സിൽ തോന്നിയെങ്കിലും അവിടെയും അവൻ മൗനം പാലിച്ചു. ലക്ഷ്മി അമ്മക്ക് പരാതിയൊന്നും ഉണ്ടാവാറില്ല. വിധി പല വഴികളിലൂടെയും സഞ്ചരിച്ചപ്പോൾ ഏത് സാഹചര്യവും ചിരിച്ചുകൊണ്ട് നേരിടാൻ അവർ പഠിച്ചു. പല മോശം പെരുമാറ്റങ്ങളും അപമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. മകന് വേണ്ടി മറ്റൊരാളുടെ അടിമപ്പണി പോലും ചെയ്തു. അത്രത്തോളം ഒന്നും വരില്ല ഇത് എന്നാണ് അവർ ചിന്തിച്ചത്. മകൻ്റെ ഭാര്യ മകൾക്ക് തുല്യമാണ്. അവളോട് എന്ത് പ്രവർത്തിച്ചാലും അത് ബാധിക്കുന്നത് തൻ്റെ മകനെയാണെന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് എന്തുണ്ടായാലും സ്നേഹത്തോടെ കഴിഞ്ഞു പോകണമെന്ന ചിന്ത ആദ്യമേ അവർ മനസ്സിലുറപ്പിച്ചിരുന്നു. ശ്രീകുട്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോകാൻ നിന്നവനെ ലക്ഷ്മിയമ്മ വിളിച്ചു നിർത്തി. നിളക്ക് വീട്ടുകാരൊക്കെ പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ വിഷമാവോടാ. നീ ഒന്ന് അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് ചെല്ലേ. നാളെ വന്നാ മതി. നിളമോളുടെ ഈ മൂടൊന്ന് മാറുമല്ലോ. അമ്മ അത് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവനും തോന്നി. പക്ഷേ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ. അവനൊന്നും മടിച്ചു. ഓ പിന്നെ, ഞാൻ ആദ്യമായിട്ടില്ല ഇവിടെ ഒറ്റയ്ക്ക്. നീ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ എത്രയോ ദിവസം ഞാനിവിടെ തനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. അന്നൊക്കെ മീര പറയാൻ വന്നതവൻ പാതിയിൽ വിടുങ്ങി. അവനില്ലാത്തപ്പോൾ എല്ലാ ദിവസവും വന്ന് ലക്ഷ്മിയമ്മയുടെ വിവരങ്ങൾ തിരക്കി പോകുമായിരുന്നു മീര. വെറുതെ ഒരു വന്നുപോക്കല്ല. പകൽ സമയം ഒരു പരിധിവരെ മീര കൂട്ടിരിക്കുമായിരുന്നു. ഒരു വയ്യായിക വന്നാലോ അത്യാവശ്യം വന്നാലോ ആദ്യം ഓടിയെത്തുക അവളാണ്. എന്നും അവൾക്ക് വന്ന് കൂട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് അവൾക്ക് വേറൊരു കുടുംബമായി. തെല്ലൊരു നിരാശയോടെ ലക്ഷ്മിയമ്മ പറഞ്ഞു. ലക്ഷ്മിയമ്മയിൽ നഷ്ടബോധം നിറഞ്ഞു. അത് മനസ്സിലാക്കി അവനിൽ ദേഷ്യം നിറഞ്ഞു. ഇപ്പം എന്തിനാ അവളെ പറ്റി പറയുന്നേ? അവൻ്റെ മുഖം ചുമന്നു. നിനക്ക് എന്ത് പറ്റി ശ്രീകുട്ട? നീയും അവളും തമ്മിൽ എന്താ പ്രശ്നം? അവളെ പറ്റി പറയുമ്പോൾ നിനക്ക് എന്താ ഇത്ര ദേഷ്യം? അവര് സംശയത്തോടെ തിരക്കി. ഒന്നുമില്ല, ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. മുറിയിൽ ചെന്നപ്പോൾ നിള ബെഡിലിരിപ്പുണ്ട്. അവൻ പുഞ്ചിരിയോടെ ബെഡിലേക്ക് എടുത്ത് ചാടി. അവളുടെ മടിയിലേക്ക് തല വെച്ച് അവളെ നോക്കി. അവളുടെ കൈകളെടുത്ത് സ്വന്തം തലയിലേക്ക് വെച്ചുകൊണ്ട് മസാജ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്തിനാ നിലക്കുട്ടി ഈ മുഖം ഇങ്ങനെ വീർപ്പിക്കുന്നേ? അവൻ അവളുടെ കാവളിൽ കുത്തി. ഇപ്പോഴും അവളുടെ മുഖം തെളിഞ്ഞിട്ടില്ല. നമുക്ക് പുറത്തേക്ക് ഒന്ന് പോയാലോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ മുഖമൊന്ന് വിടുന്നു. അവനുമായൊന്ന് പുറത്തേക്ക് പോകണമെന്ന് അവളും ആഗ്രഹിച്ചിരുന്നു. അന്നേരം അവൾ പോകാമെന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ ചാടി എണീറ്റു. അത് കണ്ട് അവൻ എണീറ്റു. എന്നാ റെഡി ആയിക്കോ.
അവനത് പറഞ്ഞതും അവൾ ഓടി വന്ന് അവൻ്റെ ചുണ്ടുകൾ കവർന്നു. പ്രിയപ്പെട്ടവളുടെ പ്രണയ ചുംബനത്തിൽ സ്വയം മറന്ന് ലയിച്ച് നിന്നുപോയി അവൻ. ഹരിയെ പിന്നീട് അവൾ കണ്ടിരുന്നില്ല. കുറെ നേരം ആ മുറിയിൽ കഴിച്ചുകൂട്ടി അവൾ കിച്ചണിലേക്ക് നടന്നു. രാധേച്ചി പണിതുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അവൾ എത്തിയപ്പോഴേക്കും ഉച്ചക്കത്തേക്കുള്ള പകുതി ജോലി രാധ തീർത്തിരുന്നു. ഞാനെന്തെങ്കിലും ചെയ്യണോ ചേച്ചി? അവൾ തിരക്കി. വേണ്ട മോളെ, കഴിയാറായി. അതും പറഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള കറി സ്റ്റേവിൽ നിന്ന് ഇറക്കി വെച്ചു. ശേഷം അപ്പവും ചിക്കൻ കറിയും അടച്ചു വെച്ച ഗ്ലാസ് റോൾ എടുത്ത് വെച്ചു. വെറുതെ നിൽക്കാൻ മടിച്ച നീര പ്ലേറ്റൊക്കെ കഴുകിയെടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അവളുടെ മുഖത്ത് മ്ലാനത രാധ ശ്രദ്ധിച്ചിരുന്നു. തുറന്നു ചോദിക്കാൻ തക്ക അടുപ്പമൊന്നും പരസ്പരം ഇല്ലാത്തത് കൊണ്ട് രാധ മൗനം പാലിച്ചുകൊണ്ട് ഫുഡും വെള്ളവും ടേബിളിൽ കൊണ്ടുപോയി നിരത്തി. അല്പസമയത്തിനുള്ളിൽ ദേവനും ഹരിയും താഴേക്ക് വന്നു. ഹരിയെ കാണുമ്പോൾ മീരയുടെ കണ്ണിൽ അഗ്നി എരിഞ്ഞു. ഇത്രയും നീചനായ ഒരു മനുഷ്യനെ അവൾ കണ്ടിട്ടില്ല. ഒരു സ്ത്രീയുടെ മാനമാണ് അവളുടെ ബലഹീനത. അത് കവർന്നെടുത്തതും പോരാഞ്ഞിട്ട് ആ ബലഹീനത വെച്ച് വിലപേശുന്നു. ഹരി അവൾക്ക് മനുഷ്യവർഗത്തിൽ കൂട്ടാൻ കഴിയുമായിരുന്നില്ല. ജനിതകമാറ്റം സംഭവിച്ച് പിറന്നുപോയ കൊടിയ വിഷമുള്ളൊരു മൃഗം. അത് മാത്രമായിരുന്നു മീരക്കായാണ്. മോളെന്താ മാറി നിൽക്കുന്നേ? വാ. ദേവൻ സ്നേഹത്തോടെ അവൾ അരികിൽ പിടിച്ചിരുത്തി. ഹരി അവളെ ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഒരു നിമിഷം അദ്ദേഹത്തോടെല്ലാം പറഞ്ഞാലോ എന്നവൾ ചിന്തിച്ചു. അടുത്ത നിമിഷം ആ വീഡിയോ മനസ്സിൽ നിറഞ്ഞു. അത് പുറം ലോകം കണ്ടാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് അവളെ തളർത്തി. അവൾക്ക് തൻ്റെ ജന്മത്തോട് തന്നെ അറപ്പ് തോന്നി. അവൾക്ക് ദേവനാണ് വിളമ്പി കൊടുത്തത്. അവൾ അയാളെ നോക്കി. ഹരി, മീരമോളെയും കുട്ടി ഇന്ന് മോളുടെ വീട്ടിലേക്ക് പോകണം. രണ്ടുപേരും വെറും കൈയോടെ പോകരുത്. എന്തേലൊക്കെ വാങ്ങണം പോകുന്ന വഴിക്ക്. കഴിക്കുന്നതിനിടയിൽ ദേവൻ പറഞ്ഞു. ഹരി ഒന്നും വേണ്ടിയില്ല. ഹരി, അയാളുടെ ശബ്ദം ഉയർന്നു. ആ പോകാച്ച, അവൻ പെട്ടെന്ന് പറഞ്ഞു. അന്നേരം അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. അച്ഛനോടുള്ള അവൻ്റെ ഭയം കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു പോയി. എങ്കിലും വീട്ടിലേക്ക് പോകാൻ അവളും ആഗ്രഹിച്ചിരുന്നു. മറ്റൊന്നിനും വേണ്ടിയല്ല, തന്നെ ഊരാക്കുടുക്കിലേക്ക് തള്ളിയിട്ട് ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പലതും ചോദിക്കാൻ. ഒപ്പം അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞ് ഈ കുടുക്കിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവൾ കൊതിച്ചു. ഹരിയുടെ പണം ഏത് വിധേനയും അയാളിൽ നിന്നും തിരികെ വാങ്ങി കൊടുക്കണമെന്ന് അവൾ ഓർത്തു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ദേവൻ എണീറ്റ് പോയതും മീര പ്ലേറ്റൊക്കെ എടുത്ത് കിച്ചണിലേക്ക് നടന്നു. അത് കൊണ്ടുവച്ചിട്ട് റൂമിലേക്ക് വാ. അവൻ അതും പറഞ്ഞ് കൈ കഴുകി റൂമിലേക്ക് പോയി. പോകണോ വേണ്ടിയോ എന്ന ആലോചനയോടെ മീര അവൻ പോകുന്നത് നോക്കി നിന്നു. വീട്ടിലേക്ക് പോകണമെന്ന് ചിന്ത വന്നതും അവൾ പതിയെ സ്റ്റെയർ കയറി. കയറി വാ. വാതിലേക്കിൽ എത്തി നിന്ന് അവളെ ബെഡിൽ നിന്ന് കൊണ്ടവൻ അകത്തേക്ക് വിളിച്ചു. തെല്ലൊരു സംശയത്തോടെ അവൾ അകത്തേക്ക് പോയി. ഇരിക്ക്, കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ തൊട്ടടുത്ത് കിടന്ന ചെയർ കാലുകൊണ്ട് നീക്കിയിട്ടു. അവളിരിക്കാതെ അവൻ അവജ്ഞതയോടെ നോക്കി. അവനെ കാണുമ്പോൾ ഭയവും വെറുപ്പും ഒരുപോലെ ആ മുഖത്ത് നിറയും. അനുസരിക്കാതിരിക്കാൻ മനസ്സ് പറയുമ്പോൾ അവൻ അനുസരിക്കുന്നതാണ് നല്ലതെന്ന് ബുദ്ധി ഉപദേശിക്കും. ഇരിക്കാൻ. അവന്റെ സ്വരത്തിലെ മൃദുത്വം കുറയുന്നത് അവൾക്ക് മനസ്സിലായതും അവൾ അവിടെ ഇരുന്നു. അറിയാമല്ലോ, കയ്യിലുള്ള ക്യാഷ് മുടക്കി നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ കാരണം എന്താണെന്ന് അവനൊരു ആമുഖം വന്ന പോലെ പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ പരമ്പര തുടരാൻ എന്നിലൂടെ എനിക്കൊരു അനന്തരാവകാശിയെ കിട്ടണം. എൻ്റെ ചോരയിൽ പിറന്ന് എൻ്റെ സ്വന്തം കുഞ്ഞിനെ എനിക്ക് വേണം. എൻ്റെ മകനൊരു കേടുപാടും കൂടാതെ നീ എനിക്ക് പ്രസവിച്ച് തരണം. അതിന് നീ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോഴേ ശ്രദ്ധിച്ചു തുടങ്ങിയാ അത്രയും നല്ലതല്ലേ? അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ചെയ്യേണ്ട അഥവാ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് യൂട്യൂബിൽ മറ്റും സുലഭമാണ്. വെറുതെ ഇരിക്കാതെ അതൊക്കെ ഒന്ന് കണ്ട് പഠിക്കണം. പിന്നെ ഫുഡ് ഇന്ന് കഴിച്ചതുപോലെ കൊത്തിപ്പെറുക്കിയുള്ള കഴിപ്പൊക്കെ നിർത്തിയേക്കണം. വായും വയറും നിറഞ്ഞ് തന്നെ കഴിക്കണം. വലിയ വലിയ ഉരുളകളായി. ഭക്ഷണത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം ഉൾപ്പെടുത്തണം. ധാരാളം വെള്ളം കുടിക്കണം. ഇലക്കറികളൊക്കെ കഴിക്കാൻ നോക്കണം. പിന്നെ പൈനാപ്പിൾ, പപ്പായ പോലുള്ളവ ഒന്നും അബദ്ധത്തിൽ പോലും കഴിച്ചേക്കരുത്. മധുരം കഴിവതും ഒഴിവാക്കണം. ഓയിലി ആയിട്ടുള്ളതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയേക്ക്. ബേക്കറി പതിവുണ്ടെങ്കിൽ അതും ഇനി വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അവൻ യൂട്യൂബിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും കിട്ടിയ അറിവുകൾ അവൾക്ക് പകർന്നു കൊടുത്തു. അവൾക്ക് അവൻ്റെ ഇത്തരം ഉപദേശങ്ങൾ അരോചകമായി തോന്നി. കേൾക്കുന്നുണ്ടോ നീ? ഗൗരവത്തോടെ അവൻ ചോദിച്ചു. അവൾ വിമ്മിഷ്ടപ്പെട്ടുകൊണ്ടൊന്ന് മൂളി. ഇതൊന്നും പാലിക്കില്ലെന്നും ഇന്നത്തോടെ ഈ ബന്ധത്തിൽ നിന്നും തന്നെ മോചിതയാവുന്നും അവനോട് വിളിച്ച് പറയാൻ വെമ്പിയ നാവിനെ അവൾ അടക്കി നിർത്തി. എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നീട് ഇവിടുന്ന് പുറത്തേക്ക് പോകുക എന്നത് പ്രയാസമാണെന്ന് അവൾ ചിന്തിച്ചു. അതുകൊണ്ട് അനുസരണയോടെ അവൾ മൂളി കൊടുത്തു. ഓടിയും ചാടിയുമുള്ള നടപ്പൊന്നും ഇനി വേണ്ട. പിന്നെ സ്റ്റെയർ കയറി ഇറങ്ങുന്നത് മാത്രം നല്ലതല്ല. സോ താഴെ ലെഫ്റ്റ് സൈഡിലുള്ള മുറിയിലേക്ക് തൻ്റെ തിങ്സ് ഒക്കെ മാറ്റിയേക്ക്. അവൻ ഉത്തരവിട്ടു. മറുത്തൊന്നും പറയാതെ അനുസരിക്കുകയാണ് നല്ലതെന്ന് തോന്നി. ഇല്ലാത്ത കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന അവൻ്റെ രീതി അവൾക്കൊട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇയാൾ മാനസിക രോഗിയാണെന്ന് പോലും അവൾ ചിന്തിച്ചു പോയി. നിന്റെ ലാസ്റ്റ് പീരീഡ് സെപ്റ്റംബർ 10 പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടിപ്പോയി. അവൻ ചോദിച്ച ചോദ്യവും അവൻ്റെ ചോദ്യത്തിലെ കൃത്യതയും അവളെ സംശയത്തിലാക്കി.
തൻ്റെ സ്വകാര്യതകൾ പോലും അവൻ അറിഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്ങനെ അവളുടെ സ്വസ്ഥത പോയി? നിന്റെ സകല ചെക്കപ്പുകൾ നടക്കി ഒരു പ്രഗ്നൻസിക്ക് നീ ഫിറ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവളുടെ നോട്ടം കണ്ടവൻ പറഞ്ഞു. അപ്പോഴും അവൾക്ക് അമ്പരപ്പായിരുന്നു. അതെങ്ങനെയാവുമെന്ന് അവൾ ചിന്തിച്ചു. അവൾ പോലും അറിയാതെ എങ്ങനെ ആ ടെസ്റ്റുകൾ നടന്നു. ചിന്തകൾ കാട് കയറിയപ്പോൾ അവന് രൂക്ഷമായ നോട്ടം കണ്ട് അവൾ ചിന്തകൾ വെടിഞ്ഞ് അതേ എന്ന അർത്ഥത്തിൽ മൂളി. മറുപടി കിട്ടാത്തത് കൊണ്ടാണ് ആ നോട്ടമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. മറുപടി കിട്ടിയതും അവൻ ഫോണിലെ കലണ്ടർ ഓപ്പൺ ചെയ്തു. ശേഷം സെപ്റ്റംബറിലെ ഡേറ്റുകൾ മനസ്സിൽ കൗണ്ട് ചെയ്തു.